പാട്ട് പഠിക്കുന്ന സമയത്ത് ഇപ്പം ഞാനവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോഴും എങ്ങനെയാണെന്ന് വെച്ചാൽ കുട്ടൻ പാടിയിട്ടുണ്ടാവും. കുട്ടൻ പാടിയിട്ടുണ്ടെങ്കിൽ അതങ്ങനെ ഞാൻ നൊട്ടേഷനൊക്കെ എഴുതിയിട്ട് അതിലെന്തെങ്കിലും വ്യത്യാസം വരുന്നതിന് അപ്പോഴും പറയും. സാധാരണ വേറെ ചില ആളുകളുണ്ട്, ഇപ്പോൾ രവി ആണെങ്കിൽ പാടിത്തരും. അപ്പോഴാണെങ്കിൽ ആ സമയത്ത് ഞാൻ ആരെയും ഇരുത്തില്ല. കാരണം ഞാൻ അപ്പോൾ പറയുന്ന വാക്കിതാണ്, ഞാനും എൻ്റെ ഭാര്യയും കൂടി ബെഡ്റൂമിൽ ഇരിക്കുന്ന പോലെ അതിനടുത്ത് ആരും കയറാൻ പാടില്ല. ഒരു ക്രിയേഷനാണ്. ആ ക്രിയേഷൻ ആരും കാണേണ്ട ആവശ്യമൊന്നുമില്ല. അത് ചിലപ്പോൾ ഞങ്ങൾ ഡിസ്കസ് ചെയ്യും. രവിയോട് പറയും, അല്ലെങ്കിൽ കുട്ടനോട് പറയും, ഇങ്ങനെ മാറ്റാം. അത് 10 പേര് അത് വേണ്ടാത്ത കഥകളും അത് ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ തന്നെ ഒരു സംഗതി ഇന്നലെ അങ്ങനെ ഒരു സംഗതി ഉണ്ടായിരുന്നു. അപ്പോൾ ദാസാർ പറഞ്ഞു, ഈ പാട്ടിൻ്റെ സ്റ്റോറിയായിട്ട് നോക്കുമ്പോൾ അങ്ങനെ ഒരു സംഗതിയുടെ ആവശ്യമില്ല. ഇന്നലെ എന്ന് പാടിക്കഴിഞ്ഞാൽ അത് കൂടുതൽ കൺവേ ചെയ്യുന്നത്. അപ്പോൾ എനിക്കത് വളരെ വളരെ കറക്റ്റായിട്ട് തോന്നുന്നു. ശരിക്കും അതൊരു വലിയ എക്സ്പീരിയൻസ് അങ്ങനെ പറയുന്നത്. അപ്പോൾ അടുത്തൊരു പാട്ട് കമ്പോസ് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെയുള്ള അനാവശ്യ സംഗതികൾ അതിനകത്ത് ആവശ്യമില്ല. അല്ല, ഇപ്പോഴത്തെ ഇതിൽ തന്നെ ദാസേട്ട ആ ഗമകങ്ങൾ അത്ര ക്ലാസിക്കലാകണ്ടെന്ന് പറഞ്ഞാൽ ശരിയാണ്. സത്യത്തിൽ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ മതി. അതിന് ആ ഒരു ഫ്ലോ വരണം. ഇന്നലത്തെ പാട്ടിന് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരു പാട്ട് പാടുന്നത്. അപ്പോൾ എനിക്ക് വളരെ തൃപ്തിയായി. എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ അതിൻ്റെ കമ്പോസിങ് സ്റ്റൈൽ ഇസ് വെരി ഗുഡ് ആൻഡ് ട്യൂൺ ഈസ് വെരി ഗുഡ്.